അശ്വന്ത് കാശിന് വേണ്ടി റിവ്യൂ ചെയ്യുന്ന ആളല്ലെന്ന് തോന്നുന്നു. കാരണം അശ്വന്തിന്റെ റിവ്യൂ ഏറ്റവും ഒരു ഓഫ് കോഴ്സ് കാശ് അത് സൈഡാണ്. അതെ അതെ ഞാൻ പറഞ്ഞിപ്പം എല്ലാ സിനിമയും റിവ്യൂ ചെയ്യലും സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നോക്കി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ്. അപ്പം മിനിമം അശ്വന്ത് ഒരു ഏറ്റവും ചെറിയതെന്ന് കരുതപ്പെടുന്ന എല്ലാ സിനിമയും അവരുടെ മേക്കേഴ്സ് വലിയ സിനിമകൾ തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ ബട്ട് സ്റ്റിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ചില സിനിമകൾ റിവ്യൂ ചെയ്താൽ മിനിമം 1-2 ലക്ഷം ഏറ്റവും കുറഞ്ഞ അശ്വന്തിന്റെ ഒരു വീഡിയോ ഓടും. അതിന്റെ റിട്ടൻഷൻ വ്യൂസ് അല്ലേ പറയുന്നത്? ലക്ഷം. അതിന്റെ റിട്ടൻഷൻ അശ്വന്തിന്റെ ഭയങ്കര ഹൈ ആയിരിക്കും സാധാരണക്കാർ. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാരുണ്ട്, സർക്കാസ്റ്റിക് മൂഡിലുള്ള സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് വരുന്ന റവന്യൂ വലുതായിരിക്കും. റവന്യൂവിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും റിവ്യൂ ചെയ്താൽ മതിയായിരുന്നു. പൈസ സെക്കൻഡറി ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. സെക്കൻഡറി കാരണം ലോങ് റണ്ണിൽ അത് ബാധിക്കും. അത് ആൾക്കാർ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് സംതിങ് ഉണ്ട്, യുണീക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചവർ പോലെ $50 $100 വേണ്ടിയിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി ആൾക്കാരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. പിന്നെ എനിക്ക് തന്നെ ഇതൊന്നും ഭയങ്കര പാടല്ലേ, നിങ്ങൾക്കറിയാലോ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആൾക്കാർ പറയുന്ന ഒരു പണിയില്ലാന്ന്, പക്ഷെ എന്താ പറഞ്ഞാലേ നമ്മൾ എഴുന്നേറ്റ് എവിടെ നിന്ന് എഫേർട്ട് എവിടെ തലേദിവസം തുടങ്ങുന്ന എഫേർട്ട്. തലേദിവസം നേരത്തെ ഉറങ്ങണം, അടിച്ച് ഓഫായി കഴിഞ്ഞാൽ പോയി. തലേന്ന് നേരത്തെ ഉറങ്ങണം, അവിടെ നിന്ന് ഉറങ്ങുന്ന എഫേർട്ട്. അപ്പോൾ ഉറങ്ങുന്ന ഒരു എഫേർട്ട് ആണോ എന്ന് ചോദിക്കൂ. സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്ക് നേരത്തെ ഉറങ്ങുന്ന ഒരു എഫേർട്ട്. തീർച്ചയായിട്ടും മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഭയങ്കര ശല്യമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാർ. എല്ലാ തിയേറ്റേഴ്സിലും ഇല്ലേ, കൺജസ്റ്റഡ് ആയുള്ള തിയേറ്റേഴ്സിൽ. പിന്നെ അവിടെ പോയി ഇത് കണ്ടു തീർക്കണ്ടേ. ചില സിനിമകളൊന്നും കണ്ടു തീർക്കാനാവില്ല, ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കിനെ ക്ഷീണിക്കും. പിന്നെ നമ്മൾ ഒരു കോഫിയെ കുടിച്ച് വീണ്ടും ഓണായി ഇരുന്ന് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് എക്സോസ്റ്റഡ് ആയി പോകും. പിന്നെ ഇതിനെക്കുറിച്ച് പറയണ്ടേ, പിന്നെ എഡിറ്റ് ചെയ്ത് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പകുതി ദിവസം കഴിഞ്ഞ്. ഇനി 2 സിനിമയുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ് ഇതിൻ്റെ മോഡ് ഓഫിൽ വേണം അടുത്ത സിനിമ കാണാൻ പോകും. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഒരു സിനിമ കാണുക ഭയങ്കര മെനക്കെട. ഏറ്റവും ഈസി എന്താ അറിയോ, സിനിമ കാണാതെ ചെയ്യുന്ന കോണ്ടന്റാണ്. ഇപ്പം എനിക്കറിയാവുന്ന പല ആൾക്കാർ സിനിമ കാണുന്നത് കുറച്ചിട്ട് ഇപ്പം സിനിമേതര കോണ്ടന്റ്സ് അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ്, അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ് പ്രോസസ് ഇല്ല. നമുക്ക് ഇരുന്നൊരു വിഷയം പഠിച്ച് പ്രസന്റ് ചെയ്യണം. പക്ഷെ എല്ലാത്തിനും റിസ്ക് ഉണ്ടേ, എല്ലാത്തിനും എൻ്റെ റിസ്ക്കും എഫേർട്സും ഉണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതൊരു ഫിസിക്കൽ എഫേർട്ട് കൂടുതലാണ്. അത് വല്ലപ്പോഴും സിനിമ കാണുന്ന ആൾക്കാരെ ഫീൽ ചെയ്യില്ല. കാരണം സാധാരണ ആളുകൾ സിനിമ കാണാൻ പോകുന്ന എപ്പോഴാണ്, ഒരു വീക്കെൻഡിൽ ജോലിയുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ. അപ്പം അവർക്ക് ഈ തിയേറ്ററിനകത്ത് കാരണം കിട്ടുന്ന ഒരു AC ക്കകത്ത് കയറുന്ന നല്ല സ്മെല്ല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പേസ്, ആ കോംഫി സോണിൽ ഇരിക്കുമ്പം തന്നെ അവർക്ക് പിന്നെ ഏത് സിനിമയിലും കൂടുതൽ പെട്ടെന്ന് എൻജോയ് ചെയ്യാനും പറ്റും. മാത്രമല്ല അവർക്ക് ആ ഒരു സുഖം കിട്ടും. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഇത് ഡെയിലി ഇത് 2-3 തവണ നമ്മൾ ഈ സ്ഥലത്ത് പോകുമ്പോഴേ, ആഴ്ചക്ക് 3-4 ദിവസം തിയേറ്റർ പോകുമ്പോഴേ, അത് സ്ഥിരം ഒരേ തിയേറ്റേഴ്സിൽ തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പൈസയുടെ മാത്രമല്ല നോക്കുന്നത്, പിന്നെ ഓഫ് കോഴ്സ് ക്വാണ്ടിറ്റിയൊക്കെ ഉള്ള അധികം കൂടുതൽ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ ക്വാളിറ്റിയാണ്. ഈ ഒരു സിനിമ കണ്ടുവന്നു, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാത്രി 11 റിവ്യൂ അപ്പ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും മിക്കതും വരുന്നത്. അതെ അതെ അതെ. ഈ ഒരു മത്സര ബുദ്ധി ഉണ്ടാവാറില്ല. ഇപ്പൊ ഉണ്ണി വ്ലോഗ് അപ്പറയുണ്ട്, അതുപോലെ ഷസാം അപ്പറയുണ്ട്. എനിക്ക് ആദ്യം കുറച്ചുകൂടി വ്യൂയിലേക്ക് എത്തും, അങ്ങനെ ഒരു തോന്നല്ല. അല്ല, ഞാൻ എപ്പോൾ ഇട്ടാലും എൻ്റെ ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്, അവർ വന്നോളും. അശ്വന്തിന്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് രാത്രി 12 റിവ്യൂ 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത് അതേപോലെ ശരിയാണെന്നുള്ളതാണ്. അല്ല, അതെന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എൻ്റെ റിവ്യൂ ഇപ്പൊ ഉണ്ണിയുടെ റിവ്യൂ കണ്ടാലും എൻ്റെ റിവ്യൂ കാണും, ഷാസിന്റെ കണ്ടാലും എൻ്റെ കാണും, സീക്രട്ടിന്റെ കണ്ടാലും എൻ്റെ കാണും, എബിന്റെ കണ്ടാലും എൻ്റെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്ന റീച്ച് എനിക്ക് കിട്ടും. ഇനി വൈസ് വേഴ്സ പറയുകയാണെങ്കിൽ ചിലപ്പം ഞാൻ വളരെ നേരത്തെ ഇടുകയാണെങ്കിൽ ചിലപ്പം ഷാസിനെ എന്തായാലും ബാധിക്കൂല. കാരണം ഷാസിന് ഇതുപോലെ കൾട്ട് ഓഡിയൻസ് ഉണ്ട്. ഉണ്ണിയായാലും തിരുവനന്തപുരം അങ്ങനെ ചെറിയ ഉണ്ണി ചെറുന്നല്ല ഞാൻ പറഞ്ഞ തിരുവനന്തപുരമൊക്കെ ഇങ്ങനെ അവർക്ക് ഓഡിയൻസ് വരുന്നത് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു തീരുമാനമായ പോലെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ അങ്ങനെ ആദ്യം കാണൂല. പക്ഷെ അത് തീരെ ബാധിക്കാതെ ഷാസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഷാസിന് എന്നെ പോലെ തന്നെ കൾട്ട് ഓഡിയൻസ് ഉണ്ട്. ഉണ്ണിയോ തിരുവനന്തപുരത്തിനെയൊക്കെ അല്ലെങ്കിൽ എബിനെയൊക്കെ വേരി ചെയ്തേക്കെ, വ്യൂസ് വേരി ചെയ്തേക്കെ. എന്നാലും അവരുടെ പക്ഷെ അവരുടെ മിനിമം വ്യൂസ്, ഓഫ് കോഴ്സ് മിനിമം വ്യൂസ് എന്തായാലും ഉണ്ണിക്ക് ഒരു വീഡിയോ കിട്ടേണ്ട വ്യൂ എന്തായാലും കിട്ടും. പക്ഷെ ഈ ടൈം മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ നമുക്കിതില്ല, കോമ്പറ്റീറ്റീവായിട്ട് മത്സര ബുദ്ധി ഞാൻ ആദ്യം ഇട്ടുകളെ അങ്ങനെയൊന്നുമില്ല. ആരിട്ട് എപ്പോൾ വേണം ഇട്ടുകളെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ തന്നെ പറയും ഈ സിനിമ കാണുന്നില്ലേ, നമ്മൾ ചോദിക്കും ഇത് മനസ്സിലായില്ലേ, റിവ്യൂ കാണാതായില്ലേ, എന്താ കണ്ടില്ലേ ചോദിക്കും. അങ്ങനെ ചോദിക്കും നിങ്ങൾ.
ഇടാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റും ചെയ്യും. നമുക്ക് അങ്ങനെ പ്രശ്നമല്ല, കാരണം നമുക്കുള്ള സീസണുള്ള സീസണ് എല്ലാവരുടെയും വിശ്വാസമാണ് ശരിക്കും. ഈ അശ്വന്തിനെയും ഉണ്ണിയെയും ഷസാമിനെയും ഒക്കെ എടുത്ത് നോക്കുമ്പം ഇവരിൽ നിന്നൊക്കെ അശ്വന്തിന് ഒരു കുറച്ചൊരു മേൽക്കൈ കിട്ടുന്നതിന് റീസൺ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മറ്റ് റിവ്യൂവേഴ്സിൽ നിന്ന് അശ്വന്തിനെ മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? സെൽഫ് ഇവാലുവേഷൻ. അതെ, അവർ കുറച്ചുകൂടെ സോഫ്റ്റാണ്. അതായത് അപ്പോൾ ഷാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ ഷാസ് അത് നല്ല മാക്സിമം ഇതിൽ തന്നെ പറയും. തീരെ പോക്കാണെങ്കിൽ പുള്ളി അങ്ങനെ ഇതാക്കാണ്ട് അങ്ങ് ഒഴിവാക്കി പറയും. പടം ആ ഒരു സാധനം പറഞ്ഞു. ഇവിടെ ഉണ്ണിയാണെങ്കിൽ പിന്നെ ഭയങ്കര അനലിറ്റിക്കലും ആയിട്ടാണ് പറയുന്നത്. ഉണ്ണിയുടെ ഫ്ലോ ഇല്ല. ഉണ്ണി ഇപ്പം ഓവർ എക്സൈറ്റഡ് ആവില്ല, ഓവറായിട്ട് റൂഡ് ആവില്ല. അതെ, ഉണ്ണിയുടെ ഫ്ലോ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പല സിനിമയ്ക്ക് പല മോഡലാണ് പറയും. എനിക്കൊരു സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റൈൽ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പം ഞാൻ സിനിമയുടെ മെറിറ്റ് നോക്കിയിട്ട് അപ്പം സിനിമയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട സിനിമയുടെ ആ രീതിയിൽ പറയും. വെറും കൂത്തറ സിനിമയാണ് അങ്ങനെ പറയും. പിന്നെ ഞാൻ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എനിക്ക് പോലും അറിയില്ല. ഞാൻ ചിലതൊക്കെ ഫ്ലോയിലങ്ങ് വരുന്നതാണ്. പിന്നെ ഞാൻ എന്ത് പറയുന്നത് ഞാൻ അധികം പ്രിപ്പയർഡ് അല്ല. ഞാൻ കോണ്ടന്റ് വൈസ് പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പോൾ ആരാണ് ഡയറക്ടർ, ആരാണ് ടെക്നീഷ്യൻസ്, ആരാണ് ആക്ടേഴ്സ് എന്നൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. അല്ലാതെ ആ സിനിമയെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് അപ്പോൾ ആളുകൾക്ക് ഓരോ റിവ്യൂയും ആളുകൾക്ക് അത്ര ഇനി ചിലപ്പോഴെന്നെ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, സാധാരണ റിവ്യൂ പോലെ അല്ലല്ലോ ഇതെന്താ ഒരു ഉഴപ്പി പറയുന്ന പോലെയെന്ന്. അപ്പോൾ ആളുകൾക്ക് പിന്നെ വേറെ ബേസിക് ആളുകൾക്ക് ഭയങ്കര ഷാർപ്പായിട്ട് പറയുന്നതാണ് ബേസിക്കലി ഒരു മോബ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഷാർപ്പായിട്ടൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ് കൂടുതൽ ആളുകളുണ്ടാവും. ഇപ്പോൾ ചാനൽസ് എടുത്ത് നോക്കിയോ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനൊക്കെ ഇത്രയും വ്യൂസ് ഇപ്പം എടുത്ത് കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഷാർപ്പാണ്. അതായത് കൂടുതലായിട്ട് ബ്ലേറ്റൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും. അല്ലാതെ ഒഴുക്കം മട്ടിലാകുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് രീതി. അതെ അതെ. ഈ ചില വാക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു റിവ്യൂ പറയുമ്പോൾ കഥ ഓർത്ത് വെക്കും, അതിനകത്ത് ടെക്നീഷ്യന്മാരുടെ ഇത് ഓർത്ത് വെക്കും, അതിനപ്പുറം വേറെ ഇത് ഏത് റൂട്ടിൽ പറയണം എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അതാ വരുന്ന ഫ്ലോയിൽ പറയാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ചിന്ത അതായത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ പോകുന്നത്, എനിക്ക് തന്നെ അറിയാം. പക്ഷെ അത് എങ്ങനെ പറയുന്നുള്ളത്, ഹൗ വിൽ ഇറ്റ് ബി ഡെലിവേർഡ് എന്നുള്ളത് ഞാൻ ആ സമയത്ത് ആലോചിക്കുന്നില്ല. പക്ഷെ എങ്ങനെ പറയണം എന്നുള്ളത് എനിക്കറിയാം. അത് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് കിട്ടും, ആ ഒരു മൂഡ് കിട്ടും പറയാനുള്ള, ഉള്ളിൽ നിന്ന് വരും. അതെ 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 അതെ. ഈ ചില വാക്കുകളൊക്കെ ഉണ്ട്, അയ്യോ എന്ന് പറഞ്ഞ അയ്യോ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ വയ്യ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവോ അതിതാണ്. ഇപ്പം അശ്വന്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ പടത്തിന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഓർഗാനിക്കലി വന്ന അതോ ചില വാക്കുകൾ അങ്ങനത്തെ പ്ലാനിങ്ങൾ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്? പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കില്ലേ സാധാരണ. അപ്പോൾ അതങ്ങനെ സംസാരിച്ച് അതെൻ്റെ ഒരു സ്റ്റൈലാണ്. പിന്നെ ഞാൻ വന്നൊരു സ്കൂൾ അങ്ങനെയാണ്, അതായത് സ്കൂൾ തന്നെ സോഷ്യൽ മീഡിയ സ്കൂൾ അങ്ങനെയാണ്. ഞാൻ കുറേ വർഷമായിട്ട് ഇതിലുള്ള ആളാണല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളാണല്ലോ. അതെ, FFC തൊട്ടുള്ള. അപ്പോൾ എനിക്ക് ആ ഒരു കൾച്ചർ എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഫ്ലോ വരും. ഐ മീൻ ഡിക്ഷൻസ് യൂസ് ചെയ്യുന്നതിൽ, വേർഡ്സ് യൂസ് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ തന്നെയുള്ള ആളല്ലേ, അതിൽ നിന്ന് വന്നിട്ടുള്ള ആളല്ലേ. അപ്പോൾ എനിക്കത് കിട്ടും. ഓക്കെ. ഈ FFC എന്ന് പറഞ്ഞൊരു കാര്യം ഓർക്കണം. ഈ FFC ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഇല്ലല്ല, റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ഓരോ സമയത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഏതോ ഒരു ഇതിൽ ഞാൻ ചോദിച്ചിരുന്നു, അല്ല എനിക്ക് മറ്റേ 24 ജനകീയ കൂടുതലാണ് തോന്നുന്നത്, ഇതേ ചോദ്യം ആഷ്മി ചോദിച്ചിരുന്നു. റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് അങ്ങനെ അത് ഓപ്പൺ ചെയ്തതിൽ റിഗ്രറ്റ് ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായി, അതാണ് സംഭവിച്ചു പോയത്. അതിൽ ഇനിയിപ്പോൾ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇന്നും മമ്മൂക്കയുടെ സൂര്യമാനസത്തിലെ ഫോട്ടോ വെച്ച് ഇന്നും ആ പേരുകളിൽ ഇന്നും സ്റ്റിക്കേഴ്സുകളുണ്ട്, ലാലേട്ടന്റെ സ്റ്റിക്കേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇത്രയും അങ്ങ് കോമൺ ആയി വരുന്നൊന്നും അന്നൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അന്നത്തെ ഒരു ഓളത്തിന് അങ്ങ് തുടങ്ങുന്നു. അതെ, ഓളത്തിന് അത് നമ്മൾ അറിയുന്നില്ലല്ലോ, ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അന്നറിയില്ലല്ലോ ഇതിങ്ങനെ ഇത്രയും വലിയൊരു പോപ്പ് കൾച്ചറായി മാറുന്നുള്ള അറിയില്ലല്ലോ. ഇത് പിന്നെ ഒന്നാമത് ഞാൻ ഒരു സംഭവം തുടങ്ങിയതല്ലാതെ ഇതൊക്കെ ആട്രിബ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഡിസമിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു +2 അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവർക്കെല്ലാം ഇപ്പം 10-30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ധമായി. അവരൊന്നും ഇല്ല ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നേ. അവരൊന്നും ഫാൻ ഫൈറ്റും ഇല്ല, ഒരു പരിപാടിയില്ല, ഫേസ്ബുക്കിന് യൂസ് ചെയ്യുന്നില്ല. അവർക്കെല്ലാം 10-35 വയസ്സായി. ഇപ്പോഴത്തെ പിള്ളേരാണ്, ജെൻസി പിള്ളേർ ഇത് കണ്ടിന്യൂ ചെയ്യുക ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ. ഇവർക്ക് അറിയില്ല ഇതെങ്ങനെ ഇതിൻ്റെ
ഒറിജിനും ഇതെങ്ങനെ വന്നതെന്ന് എവിടെയാണെന്നും FSC ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ ചില ദോസ് കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് വന്നതെന്ന്. ഇവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ എന്തോ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. ഇത് ഓൾറെഡി ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് വേർഡ്സ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ല ഞാനായിട്ട് കോയിൻ ചെയ്ത വേർഡ്സും അങ്ങനെയൊന്നുമില്ല. അത് പഴയ ആൾക്കാർക്ക് എൻ്റെ റിവ്യൂ കാണാൻ മനസ്സിലാവും. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പം അങ്ങനെ റിവ്യൂ ഇടലുമില്ല, ഇടാറില്ല. ഇല്ല. യൂട്യൂബ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നു. ഇൻസ്റ്റ അശ്വന്ത് തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്? എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് മാത്രമേ ഇടാറുള്ളൂ. അശ്വന്ത് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഞാൻ വല്ലപ്പോഴും ഫോട്ടോ എടുത്തിടും, അത്രേ ഉള്ളൂ. റീൽസ് ചെയ്യാറില്ല. മെസ്സേജസ് ഒക്കെ വായിക്കാറുണ്ടോ അതിൽ തന്നെ? മെസ്സേജസ്, ഹിഡൻ മെസ്സേജസ് ഇടയ്ക്ക് എടുത്ത് വായിച്ചു, ഫുള്ള് തെറിയായിരിക്കും. പിന്നെ അതിൽ ഏതെങ്കിലും ഒന്നെങ്ങനെ ഉണ്ടാവും ജെന്യൂൻ ആയിട്ടുള്ളൊരു മെസ്സേജ്, നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടല്ല. കൂടുതലും തെറിയാം. മറുപടി നമുക്കില്ലല്ലോ. എന്ത് മറുപടി? ഇവർ വിളിക്കുന്ന തെറിയൊക്കെ മിക്കതും ഞാൻ കണ്ടുപിടിച്ചത്, എന്നിട്ട് അവരെന്നെ തന്നെ വിളിക്കുക.